എല്ലാ പ്രാവശ്യവും വെക്കേഷൻ ഒരു യാത്രയുള്ളതാണ്. അതുകൊണ്ട് ഈ പ്രാവശ്യം പിള്ളേരെ ആകെപ്പാടെ ബഹളം വെച്ച് ഒരു യാത്ര തന്നെ പുറപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൊല്ലം ജില്ലയിലെ സാമ്പ്രാണിക്കുടി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടെന്നും ഒരു തുരുത്താണ്, കായലിൻ്റെ നടുക്കുള്ളൊരു പ്രദേശമാണെന്നും ഒക്കെ നമ്മൾ അറിയുന്നത്. അങ്ങനെ അവിടേക്ക് വെച്ച് പിടിച്ചു. കൊല്ലം ജില്ലയിലെ തൃക്കരുവ പഞ്ചായത്തിലാണ് ഈ സ്ഥലം. പ്രാക്കുളം തെക്കേ അറ്റത്തുള്ള ഒരു മുനമ്പ് ആണ് ഇത്. അഷ്ടമുടി കായലിൻ്റെ നടുക്കാണ്. കോട്ടപ്പുറം ദേശീയപാതയുമായിട്ട് അനുബന്ധിച്ച് തറയിലും ആ ദേശീയപാതയിലെ മണ്ണ് നീക്കിയിട്ട് ആ മണ്ണ് കായലിൽ തന്നെ നിക്ഷേപിച്ചു. അങ്ങനെ ഒരു തുരുത്തായിട്ട് രൂപപ്പെടുന്നു. കണ്ടൽക്കാടുകളും ഒക്കെ ആയി ഇപ്പോൾ ഒരു പ്രദേശമായിട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 2 കിലോമീറ്റർ ചുറ്റളവ് കാണും എന്ന് എൻ്റെ ഒരു നിഗമനം. കാരണം ആ പ്രദേശത്തെ നമുക്ക് മുട്ടറ്റം വെള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. ആ തുരുത്തിൽ ഇരിക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവിടേക്ക് പോകുന്നുള്ള ബോട്ടേലാണ് നമ്മൾ പോകാൻ പോകുന്നത്. അതിന് 150 രൂപയാണ് ഒരാൾക്ക്. 150 രൂപ ടിക്കറ്റിലാണ് നമ്മൾ യാത്ര പുറപ്പെടാൻ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ഒത്തിരി ആൾക്കാർ, എങ്ങനെയോ എനിക്ക് തോന്നുന്നു 10,000-4,000 ആളുകളും ഡെയിലി പോകുന്ന ഒരു വിനോദസഞ്ചാര മേഖല തന്നെയാണ് ഈ പ്രദേശം എന്ന് തോന്നുന്നു. അടുത്ത കാലത്താണിത് വളരെയധികം പിടിച്ചു പറ്റുന്നത്. അങ്ങനെ നമ്മൾ ബോട്ടയിലേക്കുള്ള യാത്രയിലാണ്. 10 പേരുള്ളത് കൊണ്ട് 3 പേര് ഒരു ബോട്ടയിലും ബാക്കി 7 പേരും മറ്റൊരു ബോട്ടയിലുമായിട്ടാണ് യാത്ര. ദൂരെ നിന്ന് തുരത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ബോട്ട് യാത്ര എന്ന് പറയുന്നത് തന്നെ സുന്ദരമായൊരു യാത്രയാണ്. വെള്ളത്തിൻ്റെ നടുക്കൂടെ പോകുക എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് വളരെ ഒരു സന്തോഷം നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ്. അതുപോലെ കുട്ടികളെ പാറുവും കിച്ചും ഒക്കെ വളരെ സന്തോഷത്തിലുമാണ്. നമ്മുടെ ബോട്ടിൻ്റെ പുറകിൽ തന്നെയുള്ള ബോട്ടിലാണ് മറ്റുള്ളവരും ഉള്ളത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചെറിയ പ്ലാറ്റ്ഫോം പോലെ കെട്ടിയിട്ടുണ്ട്. അത് ചാക്ക് മണ്ണ് നിറച്ചുള്ള പ്ലാറ്റ്ഫോമാണെന്ന് തോന്നുന്നു. അതുപോലെ നമുക്ക് കമ്പി കൊണ്ട് കെട്ടിയ പ്ലാറ്റ്ഫോമാണ്. ഇച്ചിരി പൊക്കക്കൂടുതലാണ്, ഇച്ചിരി കയറാൻ വലിച്ചിരി പാടായിട്ട് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് ബോട്ടുകളുടെ എണ്ണം കൂടുതലായതുകൊണ്ടാകാം ചെറിയ ചെറിയ പ്ലാറ്റ്ഫോമുകൾ ഇടയ്ക്കിടയ്ക്ക് കെട്ടിയിട്ടിട്ടുണ്ട്. ബോട്ടുകൾ അനേകം വന്ന് നിൽക്കുന്നുണ്ട്. കൂടെ ഉള്ളവരെ തിരക്കിയുള്ള നിൽപ്പാണ് നമ്മൾ. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേന് അവർ ദൂരെ നിന്ന് വരുന്നത് കണ്ടു. അവരെ കൂട്ടി നമുക്ക് ഇവിടെ ഈ പ്രദേശം മൊത്തം ഒന്ന് കാണാം. വെള്ളം തെറിപ്പിക്കല്ലേ? അമ്മ പെയ്യാൻ ഇറങ്ങിയാ മതി. അവളൊറ്റ വീഴ്ച മൂക്ക് കുത്തി. ദേവിട്ട് ഇറങ്ങണ. ഈ ചെരുപ്പൊക്കെ നിങ്ങൾ ഇട്ടോ കാലയില്? മന്ദബുദ്ധികൾ. ഞങ്ങളാവല്ല അവിടെ കൊണ്ടിട്ടു ചെരുപ്പ്. ദേവിടാ എന്ത് രസമാടാ ദേവിടാ. എടേ സെൽഫി എടുക്കണേ, എടുക്കടി. പാറു എടുക്കടി. എല്ലാവരും കൂടെ ആയി വെച്ച് നടക്കത്തില്ല. ഇല്ലല്ലോ അവിടെ
വാ 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 ദേവോട്ട് വാ ദേവോട്ട് വാ ദേവോട്ട് വന്നേ ഇവിടെ കല്ലുണ്ട് ഇതുണ്ട് ഇവിടെ കുറ്റിയുണ്ട് 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 കുറ്റി അങ്ങോട്ട് പോടി അയ്യാ ഈ പിള്ളേരെ ശ്രദ്ധിച്ചാണ് കുറ്റിയുണ്ട് ചെരുപ്പ് അതിനകത്തിട്ട് ഇല്ലേ ഇവിടെ കണ്ടക്കാലൊന്നും ഇല്ലല്ലോ കുറച്ചൊക്കെ പാറു കാല് ശ്രദ്ധിച്ചാണ് കാലെ കൊണ്ടു കയറുന്ന കേട്ടോ അവരാണ് എടുക്കുന്നേ എന്താ അവിടെ പോയല്ല അവിടെ ഭയങ്കര കുഴിയായിരിക്കും അവിടെ ഭയങ്കര കുഴിയാണോ ആ കുറച്ചു നേരം വെള്ളത്തിൽ കൂടെ നടന്നു കഴിയുമ്പോൾ ക്ഷീണിക്കും. അപ്പോൾ അതിനകത്ത് ആ തുരുത്തിൽ തന്നെ ചെറിയ ചെറിയ കടകൾ ഉണ്ട്. തണ്ണിമത്തനും മാങ്ങായും അതുപോലെ വെള്ളവും എല്ലാം തന്നെ കിട്ടും. അതുപോലെ കപ്പയും കല്ലിമ്മേക്ക കറി വെച്ചതും എല്ലാം കൂടെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിനിടയിൽ ഈ ആഹാരം കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നും. ഈ ആഹാരത്തിന് വേണ്ടി കരയിൽ പോകേണ്ടി വരും. അതുപോലെ തന്നെ ഇവർ ഈ വെള്ളത്തിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഒരേ നിപ്പ് തന്നെ ഈ കച്ചവടക്കാരെല്ലാവേ കുടുംബം പുലർത്താൻ വേണ്ടിയാണ്. നമ്മൾ കുറച്ച് നേരം വെള്ളത്തിൽ നിന്ന് കഴിയുമ്പോൾ നമ്മുടെ കഷ്ടപ്പാട് പറഞ്ഞറിയുമ്പോൾ കാലൊക്കെ അഴുകും. പക്ഷേ ഇവർക്ക് ആ കഷ്ടപ്പാടെല്ലാം സഹിച്ച് തന്നെയാണ് അവർ വിൽപ്പനയ്ക്ക് നിൽക്കുന്നത്. എല്ലാവരും തിന്നുന്നത് തിരക്കിലാണ്. നമുക്ക് അവരോടൊപ്പം കൂടാം. എനിക്ക് വേണ്ട ഒരുപാട് കിറ്റി കയറാ ഒരു കായ് കയറണമെങ്കിൽ ഫോട്ടോ നീ ഇതിന് കയറ നീ കൂടെ കയറുവാണെങ്കിൽ ഒന്നിച്ചിട്ട് പോകും. എന്തൊന്നും എടുക്കാം പോണാറേ കയറി നീ ഇവിടെ അല്ല അവിടോട്ട് കയറും. എടാ നീ ഇങ്ങോട്ട് കയറിക്കടാ. ഓ ഇല്ല ഇച്ചിരി ഇങ്ങോട്ട് നീങ്ങിക്കേ. കിച്ചി നീങ്ങില്ല. മൂന്ന് പേരും ഇവിടെ നിൽക്കേ. ദേവ് കയറുന്നോടാ. ദേവിനെ പിടിച്ചോടാ. ദേവ് കയറുന്നോടാ. ഓ കൈ മാറ്റുന്നത് ഇങ്ങോട്ട് ദേവു ലതാമേ നോക്കിയേ. ദേവു ലതാമേ നോക്കിയേ. പിള്ളേരെല്ലാം വീട്ടിൽ പോകാണ്ട് ഇതുപോലെ അവിടെ വരെ പാടി വാ വാ പാടി പാടി പണി അവരെ വിളിച്ച് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. ഫോട്ടോ അയ്യോ വളരെ കുഴിയായിരിക്കും കഴി.
ഇതൊരു നല്ല യാത്രയായിരുന്നു. സന്തോഷിക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെയുള്ള നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളും ഈ കായലിൽ നടക്കാകുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ. പിള്ളേർക്ക് വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പ്രദേശം തന്നെയാണ്. അതുമല്ല വലിയ കാശിയലൊന്നും ഇല്ലാതെ കൊല്ലത്ത് വരെ പോയി 150 രൂപ മുടക്കി കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് എത്തും. അവിടെ നിന്ന് ഒരു ദിവസം കുട്ടികൾക്ക് വളരെ സന്തോഷകരമായിട്ട് ചിലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. നമ്മൾ തിരിച്ച് കരയിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ പുതിയ വീഡിയോകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും ഞാനെത്താം. അതുവരെ ഓക്കെ, ബായ്.